ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡിനെ പറ്റി നമ്മൾ എത്ര പേർ കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. പുതിയ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ഒരു സുപ്രധാനമായിട്ടുള്ള സന്ദേശം നൽകിയിരിക്കുകയാണ്. അതിലെ പ്രധാന നിർദ്ദേശം, ഇന്ത്യ ഇനി ഭാവിയിൽ പാകിസ്ഥാനുമായോ ചൈനയുമായോ വീണ്ടും സംഘർഷം നേരിടേണ്ടി വന്നാൽ അതിന് ഇന്ന് തന്നെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇത് ഇപ്പോൾ പ്രഖ്യാപിച്ച പുതിയ സൈനിക ഓപ്പറേഷൻ അല്ല. മുമ്പ് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു സാഹചര്യം വീണ്ടും വന്നാൽ അതിൽ കൂടുതൽ തയ്യാറെടുപ്പുകളോടുകൂടി ഇന്ത്യൻ സൈന്യം പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ് 2.0 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ് ഈ ഓപ്പറേഷൻ സ്നോ ലെപ്പേർഡ്? ഇത് ചൈനീസ് അതിർത്തിയിലെ സൈനിക തയ്യാറെടുപ്പുകളെ സൂചിപ്പിക്കുന്ന പേരാണ്. പ്രധാനമായും ലഡാക്ക്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ അതിർത്തികൾ. 2.0 എന്നുള്ളത് ചൈനയുമായുള്ള ഭാവി സംഘർഷങ്ങൾ നേരിടാൻ കൂടുതൽ ആധുനികമായ തയ്യാറെടുപ്പ് വേണമെന്ന ആശയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സൈനിക മേധാവി യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ആയുധങ്ങൾ സജ്ജമായിരിക്കണം, തയ്യാറായിരിക്കണം, വെടിക്കോപ്പുകളും മറ്റ് സൈനിക സാമഗ്രികളും മതിയായ അളവിൽ ഉണ്ടായിരിക്കണം, ഡ്രോണുകൾ, ഇലക്ട്രോണിക് യുദ്ധം, സൈബർ യുദ്ധം തുടങ്ങിയ പുതിയ യുദ്ധരീതികളിൽ പരിശീലനം വർദ്ധിപ്പിക്കണം, യുദ്ധ സാഹചര്യം വന്നാൽ ഉടൻ പ്രതികരിക്കാൻ കഴിയുന്ന നിലയിൽ സേനയെ സജ്ജമാക്കിയിരിക്കണം. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം എന്ന് പറയുന്നത്. ഇത് യുദ്ധപ്രഖ്യാപനമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് യുദ്ധപ്രഖ്യാപനമല്ല, ഇത് യുദ്ധം തുടങ്ങുമെന്ന പ്രഖ്യാപനമല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും സാഹചര്യം വഷളാകാമെന്നും അതിനാൽ എപ്പോഴും സജ്ജരായിരിക്കണം എന്നുമുള്ള സൈന്യത്തിന്റെ ആഭ്യന്തരമായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.